ഹലോ ഗൈസ്, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിഘ്നങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല ദിനം ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം ചെയ്തത് ഞാൻ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ആ വീഡിയോയ്ക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എല്ലാ നല്ല മനസ്സുകളോടും ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുന്നു. സ്നേഹം മാത്രം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള വീഡിയോയിലും ഇനിയുള്ള എൻ്റെ യാത്രയിലും നിങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇന്ന് ഒരു ഡാൻസിലേക്ക് പോകാം. ഉന്നി പിടിക്കാൻ മന്ത്രാടിന ഇടപ്പുറം വിരഞ്ഞിനെ ൂകാട്ടിട கடலாய் மாற பனி எல்லாமே அறிமுடி കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത് കാരണം സോങ് ഫുള്ളായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. ശരിക്കും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ സദയം ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് എഡിറ്റിങ് അത്ര വശമുള്ള ഒരു കാര്യമല്ല. അപ്പം എഡിറ്റിങ്ങിലും കാര്യങ്ങളിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സദയം ക്ഷമിക്കണം എന്നോട്. എന്ന് വെച്ച് എൻ്റെ വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഡാൻസ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് നികത്തി അടുത്ത തവണ നന്നായിട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ അത് മറക്കാതെ ചെയ്യണം കേട്ടോ. പിന്നെ ഈ കുട്ടികൾ എൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികളല്ല, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളാണ്. പക്ഷേ ഇത് ശ്രീ മൂകാംബിക നൃത്തവിദ്യാലയത്തിലെ നിഹാര ടീച്ചറിൻ്റെ കുട്ടികളാണ്. അവിടേക്ക് എന്നെ പഠിപ്പിക്കാനായിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഞാൻ പോയി പഠിപ്പിച്ചതാണ്. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ RLV പ്രദീപ് കുമാറാണ്. സാറിനെക്കുറിച്ച് പറയാൻ എനിക്ക്
വാക്കുകളില്ല. അപ്പം നിഹാര ടീച്ചറിനും പ്രദീപ് സാറിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്, കുട്ടികൾക്കും അവിടുത്തെ പേരൻസിനും എല്ലാവർക്കും. ഇനി ഞങ്ങൾ മേക്കപ്പിൻ്റെ വർക്കിനെ കുറിച്ച് പറയാം. ഈ പിക്കിൽ കാണുന്ന ഇതെല്ലാം ഞങ്ങൾ മേക്കപ്പ് ക്രൂ ചെയ്തതാണ്. അപ്പം മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, പിള്ളേർ, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ചങ്കായിട്ട് നിൽക്കുന്ന അനൂപ് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുണ്ട്. കൂടാതെ ദേവൻ, അനന്തൻ, അജു, സൂരജ്, അങ്ങനെ ഒരുപാട് പേര് എന്നെ പിന്തുണയ്ക്കാനായിട്ടുണ്ട്. അവരൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു പോകാനായിട്ട് പറ്റുന്നത്. അവർക്കെല്ലാം ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവർക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചതാണ്. ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ. പിന്നെ ഇതൊക്കെ എൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികളാണ്. ഇതൊരു മേക്കപ്പ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി ചെയ്തതാണ്. ഇതെൻ്റെ പരിചയമുട്ട് ബോയ്സാണ് പള്ളിയിൽ. പിന്നെ ഇതെൻ്റെ തിരുവാർപ്പിലെ കുട്ടികളാണ്. തിരുവാർപ്പ് അമ്പലത്തിനടുത്ത് എനിക്ക് ക്ലാസ് ഉണ്ട്, അവിടുത്തെ കുട്ടിയാണ്. ഇത് കാത്തു മേക്കപ്പ് ചെയ്യാൻ പോയാണ്. നിഖിത എൻ്റെ ചെറുപ്പം മുതലുള്ള കുട്ടിയാണ്. അവളിപ്പോൾ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇത് രാജേശ്വരി. ഇത് ട്രിവാൻഡ്രത്തെ എൻ്റെ ദേവുവാണ്. അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ച് സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ജഗദീശനോട് നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾ, അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഞാൻ കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. എനിക്കങ്ങനെ ശിക്ഷണം കൊടുക്കുന്നത് നമ്മൾ ക്ഷമിച്ച് നിന്നിട്ട് പതുക്കെ പഠിച്ചെടുക്കുക. എല്ലാ കുട്ടികളും ഇപ്പം നന്നായിട്ട് പഠിച്ചിട്ട് വരുന്ന കുട്ടികളല്ല. ചില കുട്ടികൾ കളിക്കും, ചില കുട്ടികൾ കുറച്ച് പാടായിരിക്കും പഠിപ്പിക്കാനായിട്ട്. കുറേ സമയമെടുത്ത് പഠിപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. പക്ഷേങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്തി അവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തി അങ്ങനെ ചെയ്യുകയാണ് നമ്മുടെ ഡാൻസ് ക്ലാസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് കുട്ടികളുമായിട്ട് ഞാൻ നല്ല കമ്പനിയിലാണ്. എനിക്ക് ഏറ്റവും സന്തോഷം കുട്ടികളുമായിട്ട് ക്ലാസ് എടുക്കുന്ന ടൈമിൽ അവരുടെ കുസൃതിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കുട്ടികൾ പഠിച്ച് നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ഡാൻസ് അല്ല കേട്ടോ, ഡാൻസ് പഠിപ്പിച്ചിട്ട് വേറെ പഠിപ്പിക്കാനൊക്കെ പോകും. ഈ കുട്ടികളുമായിട്ടുള്ള ഈ ലൈഫാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമായി ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ കുട്ടികളാണ്. അവരില്ലേ ഞാനില്ല. കാരണം അവരാണ് എൻ്റെ ദൈവം. അവർ തരുന്ന ക്യാഷ് കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ സമ്പത്തെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.